അസ്സലാമു അലൈക്കും. ഞാൻ കൊള്ളാവുന്നവനാണ് എന്ന വിചാരത്തിൽ നിന്ന് മെല്ലെ മെല്ലെ എല്ലാ സ്ഥലത്തും ബഹുമാനങ്ങൾ ലഭിക്കേണ്ട വ്യക്തിയാണ് എന്ന ഒരു വിചാരത്തിലേക്ക് മനുഷ്യൻ എത്തുമ്പോഴാണ് അത് അഹങ്കാരമായി മാറുന്നത്. മറ്റുള്ളവരിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചുകൊണ്ട് നാം അവരെ സമീപിക്കുമ്പോൾ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്ക് പരിഗണന കിട്ടാതെ വരുമ്പോൾ മനസ്സിൽ സംഘർഷം രൂപപ്പെടുന്നു. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അദ്ദേഹം നമുക്ക് നല്ല സൽക്കാരവും സദ്യയുമൊക്കെ നൽകുമെന്ന് നേരത്തെ നാം കണക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ആ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് വെറുപ്പ് തോന്നുകയും മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒട്ടേറെ അനുഭവങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിൻ്റെ കാരണം ആ സുഹൃത്തല്ല, ആ സുഹൃത്തിൽ നിന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ ലഭിക്കാതെ പോയത് വേണ്ടാത്ത പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയത് കൊണ്ടാണ്. ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മനസ്സ് ഒന്ന് വിശാലമാക്കിയാൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ഒരു വചനം കണ്ടെത്താൻ വേണ്ടി ഖുർആൻ്റെ പേജുകൾ മറിച്ചു. പക്ഷേ കുറേ മറിച്ച് നോക്കിയിട്ടൊന്നും ആ വചനം കണ്ടുകിട്ടിയില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിരാശ തോന്നുകയാണ്. പക്ഷേ നാം ഏതൊരു വചനമാണോ കാണാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ മൂല്യമുള്ള ധാരാളം വാക്യങ്ങൾ ഖുർആനിലുണ്ട്. അങ്ങനെ നാം കാണുന്ന ആ വചനത്തെ കൊണ്ട് നാം ഇഷ്ടപ്പെടുകയും ഞാൻ പ്രതീക്ഷ വെച്ച് പുലർത്തിയതിനേക്കാൾ ഇപ്പോൾ കാണുന്ന ഈ വചനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കരുതി നോക്കൂ. അവിടെ നിരാശകൾ തീരെ ഉണ്ടാവുകയില്ല, അസ്വസ്ഥതയും ഉണ്ടാവുകയില്ല. പ്രതീക്ഷിച്ച പെൺകുട്ടിയെ, ഇണയെ കുറേ കാലം അന്വേഷിച്ച് നടന്നു. അവിടെയൊന്നും നമ്മുടെ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഇണയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് വലിയൊരു പ്രശ്നമായി യുവാക്കളുടെ മനസ്സിൽ രൂപപ്പെടാറുണ്ട്. അതേ സമയത്ത് നമ്മുടെ ലെവൽ അനുസരിച്ചുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുക. അങ്ങനെ നാം അന്വേഷിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് സൂട്ടായ ഇണകൾ ലഭിക്കുക തന്നെ ചെയ്യും. എപ്പോഴും വലിയ പ്രതീക്ഷകൾ മനസ്സിൽ കരുതി ജീവിതയാത്ര രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ പരാജയപ്പെടും. ഇത് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ നിരാശയുടെ കാരണം എന്താണ് എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചെറിയത് പ്രതീക്ഷിക്കുകയും ചെറിയത് ആഗ്രഹിക്കുകയും നമ്മുടെ ലെവൽ എന്താണോ ആ ലെവലിൽ ഉള്ള കാര്യങ്ങൾ മാത്രം വിനയത്വത്തോടു കൂടി ആഗ്രഹിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതാണ് നാം എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. അത് ചെറിയ അളവിലായാലും വലിയ അളവിലായാലും റിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ചെറിയ തൃപ്തി പോലും വളരെ വലുതാണ്. മനസ്സ് വിശാലമാക്കുമ്പോൾ സ്വസ്ഥതകൾ നമ്മുടെ നേരെ ധാരാളമായി വന്നുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.